എൻ്റെ പേര് ഷിബു. ഞാൻ വയനാട് മാനന്തവാടിയിൽ നിന്ന് വരുന്നു. ഇതെൻ്റെ വൈഫ്, 2 മക്കൾ. ഞാൻ 10/5/2023 ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. ഞാൻ ഉടമ്പടി എടുക്കാനുണ്ടായ കാരണം, എനിക്ക് ബാങ്കിലും മറ്റുമായിട്ട് 5-6 ലക്ഷം രൂപയോ അധികം കടമുണ്ടായിരുന്നു. അപ്പോൾ ആ കടം വീട്ടാൻ എനിക്ക് വേറെ മാർഗങ്ങളൊന്നുമില്ല. എൻ്റെ സ്ഥലം വിൽക്കണം. അപ്പോൾ സ്ഥലം വിൽക്കാനായിട്ട് ഞാൻ ഒത്തിരിയേറെ ആൾക്കാരെ സമീപിച്ചു. ഏകദേശം 10 വർഷത്തോളമായി ഈ സ്ഥലം വിൽക്കാനായിട്ട് ശ്രമിക്കുന്നു. പക്ഷേ ഈ സ്ഥലക്കച്ചവടം നടക്കുന്നില്ല. സ്ഥലം കാണാൻ വരുന്നു ഒരുപാട് ആൾക്കാർ കയറി ഇറങ്ങിപ്പോകുന്നു. അതിലിടയ്ക്ക് ഒത്തിരി പേര് പാര വെക്കുന്നു. അങ്ങനെ സ്ഥലക്കച്ചവടം നടക്കാതെ വരുന്നു. ഞാനങ്ങനെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. അപ്പോൾ എനിക്ക് അച്ഛനെ കാണാനായിട്ട് സാധിച്ചു. അച്ഛൻ ലോക്കറ്റ് തന്നു. സമാധാനത്തോടെ ധൈര്യമായിട്ട് പൊയ്ക്കോളാൻ പറഞ്ഞു. ഞാനങ്ങനെ ആ ലോക്കറ്റും ഈ ഉടമ്പടി വസ്തുക്കളുമൊക്കെ ആ പറമ്പിൽ ഞാൻ സ്ഥാപിച്ചു. അങ്ങനെ ബാങ്കിൽ നിന്ന് ഇടയ്ക്ക് എന്നെ വിളിക്കും, ശല്യം ചെയ്യും. അപ്പം അങ്ങനെ ആയിക്കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ റൂമിൽ ഈശോയിൻ്റെയും മാതാവിൻ്റെ രൂപമുണ്ട്. ഈ ആധാരത്തിൻ്റെ കോപ്പി ഞങ്ങൾ എടുത്തിട്ട് ഈ രൂപത്തിൻ്റെ അടിയിൽ വെച്ച് അമ്മയ്ക്കും ഈശോയ്ക്കും സമർപ്പിച്ചു. പിന്നെ ബാങ്കുകാരെ സമർപ്പിച്ചു. അപ്പോൾ പിന്നെ എനിക്ക് ഭയമില്ല, ഇനി ജപ്തി ചെയ്യുകയോ മറ്റ് ശല്യങ്ങളോ ഒന്നും ഉണ്ടാവുകയില്ല. അപ്പം അത് കഴിഞ്ഞിട്ട് എന്നെ അദാലത്തിൽ വിളിച്ചു. ആ അദാലത്തിൽ എനിക്ക് കുറച്ച് പൈസ ഇളവ് കിട്ടി. അപ്പോൾ ഇങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്ത് ഞാൻ ഒരു ദിവസം എൻ്റെ അമ്മയുടെ ഈശോയുടെ രൂപം എടുത്ത് എന്നെ നെഞ്ചോട് ചേർത്ത് മുത്തം കൊടുത്തിട്ട് ഞാനിങ്ങനെ കരഞ്ഞു ചോദിച്ചു, എന്നെ രക്ഷിക്കാനായില്ലേ എന്ന്. അങ്ങനെ 2-3 ദിവസം കഴിഞ്ഞപ്പോഴേക്കും ഈ സ്ഥലം കൊടുക്കുന്നു എന്ന് ചോദിച്ച ആൾ വന്നു. അങ്ങനെ ആ സ്ഥലക്കച്ചവടം നടന്നു. ആ സ്ഥലക്കച്ചവടം നടന്നു കിട്ടുകയും ബാക്കി കടങ്ങൾ വീട്ടുവാൻ സാധിക്കുകയും ചെയ്തു. അതിനുശേഷം എനിക്ക് പിന്നെ വേറൊരു വീടും സ്ഥലവും വേണമല്ലോ. അപ്പോൾ ഞാൻ അമ്മയോട് ഈശോയോടും വീണ്ടും പ്രാർത്ഥിച്ചു. അപ്പോൾ വലിയ താമസിക്കാതെ എനിക്ക് വഴി സൗകര്യം, വെള്ളം, കറണ്ട് എല്ലാത്തോടും കൂടിയ ഞാനൊരു 10 സെൻറ്റ് സ്ഥലമാണ് ആഗ്രഹിച്ചത്. 10 സെൻറ്റ് സ്ഥലവും ഒരു ചെറിയ വീടും. പക്ഷേ അമ്മ എനിക്ക് തന്നത് 35 സെൻറ്റ് സ്ഥലവും നല്ലൊരു വീടും കൂടിയായിരുന്നു. പിന്നെ 6 വർഷമായിട്ട് ഞാൻ എൻ്റെ ഒരു കുടുംബക്കാരനായിട്ട് വഴക്കിലായിരുന്നു. ഞാൻ ഒരിക്കലും കൂടില്ല എന്ന് അമ്മയോടും ഈശോയോടും ഞാൻ പറഞ്ഞു. അമ്മയെ നീ തന്നെ ഇടപെടണമേ ഈ കാര്യത്തിൽ. അങ്ങനെ ഒരു 2 മാസത്തിനുള്ളിൽ അവരിങ്ങോട്ട് വന്ന് സംസാരിക്കുകയും ആ വഴക്കും കാര്യങ്ങളുമെല്ലാം പൂർണ്ണമായി മാറുകയും ചെയ്തു. പ്രേക്ഷിത പ്രവർത്തനവും കാരുണ്യ പ്രവൃത്തിയുമായിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ പോയി ആ രോഗികളെ ഞങ്ങൾ സന്ദർശിക്കുകയും ടൗണിൽ പോയി ഞങ്ങൾ അവർക്ക് ഇങ്ങനെ വഴിയോരത്തിരിക്കുന്ന ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുകയും ഇങ്ങനെ ആഴ്ചയിൽ ഭക്ഷണം പോയി കൊടുക്കും, പൊതിച്ചോറുണ്ടാക്കി കെട്ടിക്കൊടുക്കും. അതല്ലാത്ത സമയത്ത് ഞങ്ങൾ എൻ്റെ അധ്വാനത്തിൽ നിന്ന് ഒരു പങ്ക് മിച്ചം വെച്ച് ഞങ്ങൾ അതിൽ നിന്ന് കൊടുക്കുമായിരുന്നു. പിന്നെ എനിക്ക് അമ്മ തന്ന ഒരു അനുഗ്രഹം, ഞാൻ ഒരാഴ്ചയോളം ഒരു ക്യാൻസർ പേഷ്യൻറ്റിനെ എനിക്ക് ഒരാഴ്ചയോളം പുള്ളിയോടൊപ്പം കഴിയുവാനും ശുശ്രൂഷിക്കുവാനും ഒക്കെ സാധിച്ചു. ഇത് അമ്മ എനിക്ക് തന്ന ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ്. പിന്നെ ഞാനൊരു ദിവസം ഉടമ്പടി ധ്യാനമൊക്കെ കൂടിക്കൊണ്ടിരിക്കുമ്പോൾ, ഞാൻ വാടക വീട്ടിലാണ് താമസിക്കുന്നത്. ഉടമ്പടി ധ്യാനം കൂടിക്കൊണ്ടിരിക്കുമ്പോൾ അമ്മ വന്ന് എന്നെ കയ്യിൽ പിടിച്ച് ഒരു വണ്ടിയിൽ തൊട്ടടുത്തേക്ക് നല്ലൊരു വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നതായിട്ട് എനിക്ക് ദർശനം ലഭിച്ചു. ഇത്രയും ഈ അനുഗ്രഹങ്ങളെല്ലാം ഈ അനുഗ്രഹങ്ങളെല്ലാം ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തത് കൊണ്ട് മാത്രമാണ് ഈ കാര്യങ്ങളെല്ലാം എനിക്ക് സാധിച്ചു കിട്ടിയതെന്ന് ഞാനും എൻ്റെ കുടുംബവും പൂർണ്ണമായി ഉറച്ചു വിശ്വസിക്കുന്നു. ഇനിയുള്ള കാലം മുഴുവൻ അമ്മയുടെയും ഈശോയുടെയും മക്കളായി ജീവിക്കുവാനായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന അമ്മയ്ക്കും ഈശോയ്ക്കും കോടാനുകോടി നന്ദികൾ ഞങ്ങൾ അർപ്പിക്കുന്നു. പ്രാർത്ഥനാ ജീവിതത്തിൽ പള്ളിയിൽ ഈ ഉടമ്പടി എടുത്തതിന് ശേഷം പള്ളിയിൽ പോകുവാനും 2 ആഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കുവാനും ഒക്കെയായിട്ട് സാധിച്ചു. ഒരു ദിവസം ഒരു 4 കൊന്തയെങ്കിലും ഞങ്ങൾക്ക് എത്തിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അതിനു മുമ്പ് അങ്ങനെ സ്ഥിരമായിട്ട് പള്ളിയിൽ പോകുവാനോ 2 ആഴ്ച കൂടുമ്പോൾ അങ്ങനെ കുമ്പസാരിക്കുവാനോ ഒന്നും ഉള്ള ഒരു താല്പര്യമോ കാര്യങ്ങളോ ഒന്നുമില്ല. ഒത്തിരി ഉടമ്പടി എടുത്തതിന് ശേഷം നല്ലൊരു പ്രാർത്ഥനാ ജീവിതത്തിലേക്ക് ഞങ്ങൾക്ക് വരുവാനായിട്ട് സാധിച്ചു. ഈശോയ്ക്കും അമ്മയ്ക്കും 1000 നന്ദി.